ഹലോ, ഇന്ന് ഞാനെൻ്റെ ഒരു പഴയ സെറ്റ് സാരി അപ്സൈക്കിൾ ചെയ്ത് ഒരു വിഷു ഔട്ട്ഫിറ്റ് തയ്ക്കുവാണ്. ഇതൊരു 6 വർഷം പഴക്കമുള്ള സാരിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ്. പക്ഷേ ബ്ലൗസ് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നീളം തീരെ കുറവായിരുന്നു. സോ ലെറ്റ്സ് കൺവേർട്ട് ടു എ ന്യൂ ട്രെൻഡി ഫെസ്റ്റീവ് വ്യൂ. ആദ്യം ഞാനിതിൻ്റെ മുന്താണി വെട്ടി മാറ്റിയിരുന്നു. അത് ഈ ഡ്രസ്സിന് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അപ്പർ പോർഷൻ വി കോളനൊക്കെ വന്നിട്ട് ലോവർ പോർഷനിൽ പ്ലീറ്റ്സ് ആൻഡ് പഫ് സ്ലീവ്സ് വെച്ചിട്ടുള്ളൊരു ഡ്രസ്സാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിതിൻ്റെ ബോഡി ആൻഡ് സ്ലീവ് പോർഷൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റുന്നുണ്ട്. ഇതിൻ്റെ ലോവർ ബോഡി കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പോർഷനേക്കാളും ഫ്രണ്ട് പോർഷൻ കുറച്ച് വീതി കൂട്ടിയെടുക്കണം. നിങ്ങൾക്ക് എത്ര പ്ലീറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടോ അത്ര വീതി കൂട്ടിയെടുക്കാം. ഞാൻ ഈ സാരിയിലെ ബോർഡറിൻ്റെ മുകളിലുള്ള ഡിസൈൻ ചെയ്ത ഭാഗമില്ലേ, അതാണ് അപ്പർ പോർഷനിലേക്ക് എടുക്കുന്നത്. കസവ് വെച്ചിട്ടുള്ള കോളർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ഈ പഴയ ഡ്രസ്സിൻ്റെ അളവ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സെയിം പാറ്റേണിനൊക്കെ വന്നിട്ടുള്ള ഒരു കുർത്തി വെച്ചിട്ടാണ് ഞാൻ അളവ് മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ബാക്ക് നെക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ആദ്യം ബാക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റാം. ശേഷം നമുക്ക് ഫ്രണ്ട് പീസും കട്ട് ചെയ്യാം. സ്ലീവിന് വേണ്ടിയിട്ട് പ്ലെയിൻ ടിഷ്യൂ കസവോട് കൂടി എടുത്തിട്ടുണ്ട്. നോർമൽ സ്ലീവ് മാർക്ക് ചെയ്തിട്ട് പഫ് ആഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് കയറ്റി വരയ്ക്കണം. എന്നിട്ട് ആ ഷേപ്പിൽ വേണം കട്ട് ചെയ്യാൻ. ലോവർ ബോഡി ഫ്രണ്ട് പോർഷൻ പ്ലീറ്റ്സ് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പ്ലീറ്റ്സ് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് നന്നായിട്ട് അയൺ ചെയ്യണം. കുറച്ച് മുട്ട് സൂചി വെച്ചിട്ട് സെക്യൂർ ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാം. അപ്പർ ബോഡി ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മൾ ആദ്യം കണക്ട് ചെയ്യണം. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കോളർ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കോളറിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലെയിൻ കസവാണ് എടുത്തിരിക്കുന്നത്. പ്ലെയിൻ കസവിൻ്റെ മുകളിൽ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലൈനിങ് പീസ് വെക്കുന്നുണ്ട്. അത് രണ്ടാക്കി മടക്കി അടിക്കുക. അപ്പർ ബോഡിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളറിൻ്റെ പീസ് കറക്റ്റായിട്ട് ആപ്റ്റ് ആവുമെന്ന് നോക്കുക. എന്നിട്ട് ലെങ്ത്ത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം.
നെക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പർ ബോഡി ലോവർ ബോഡി അറ്റാച്ച് ചെയ്യാം. സ്ലീവിന് മുകളിലൂടെ നമുക്കൊരു സിംഗിൾ സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ആ സ്റ്റിച്ചിൽ വലിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പഫ് പോലെ ആക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇനി സ്ലീവ് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഫോർ മോർ വീഡിയോസ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.